എവ്രിവൺ. അപ്പോൾ നമ്മുടെ ബികോമുകാർക്കും BBAക്കാർക്കും തേർഡ് സെമ്മിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഇതിൽ തിയറിയും വരുന്നുണ്ട്, പ്രാക്ടിക്കലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ചോദിക്കാറ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. 1 or 2 ഒക്കെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എ മെട്രിക്സ്? മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഈ ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിൽ എന്താ ഉണ്ടായിരിക്കുക? നമ്പേഴ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സിമ്പിൾസും ഉണ്ടായിരിക്കും. ഇത് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്സ് ആയിരിക്കും. അപ്പോൾ 2 ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ട് 2 ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസിനെ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിലാക്കിയിരിക്കുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. സൈഡിൽ ഞാനൊരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ഈ ഒരു മെട്രിക്സ് എന്നുള്ള ടേം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? 1850-ലാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? J.J. സിൽവെസ്റ്റർ ആണ്. അപ്പോൾ J.J. സിൽവെസ്റ്റർ ആണ് ഈ ഒരു ഫസ്റ്റായിട്ട് ഈ ഒരു ടേം മെട്രിക്സ് എന്നുള്ള ഒരു ടേം 1850 എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന് ക്ലിയർ ആയില്ലേ? അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ ടൈം വാല്യൂ ഓഫ് മണി? എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്കറിയാം നമ്മുടെ ഫിനാൻസ് എന്നുള്ള ആ ഒരു ഇതിലെ ഒരു കോർ പ്രിൻസിപ്പിളാണ് ഈ പറയുന്ന ടൈം വാല്യൂ ഓഫ് മണി. അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ, അതായത് ഒരു കോർ പ്രിൻസിപ്പിൾ, ഫിനാൻസിലെ ഒരു കോർ പ്രിൻസിപ്പിളാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു 4-5 വർഷം മുന്നേ ഒരു 10 രൂപയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു വാല്യൂ അല്ല അല്ലേ ഇപ്പോൾ ഉള്ള ഒരു 10 രൂപയ്ക്കുള്ളത്. രണ്ടും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ ടൈം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഉള്ള ടൈമിൻ്റെ വാല്യൂ മണിയുടെ വാല്യൂ ആയിരിക്കില്ല ഒരു ഫ്യൂച്ചർ ടൈമിൽ ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെ മാറുന്ന ആ ഒരു ടൈം, അതായത് ടൈം മാറുന്നതിനനുസരിച്ച് നമ്മുടെ മണിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് വാട്ട് ഈസ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നെ സെക്കൻഡ് ഡിഗ്രി വേരിയബിൾസ് മാത്രം വരുന്ന ഇക്വേഷൻസിനെയാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നെ സെക്കൻഡ് ഡിഗ്രി വേരിയബിൾസ് മാത്രം വരുന്ന ഇക്വേഷൻസിനെയാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5x² - 125 = 0. അപ്പോൾ ഈ ഒരു 5x² - 125 = 0-ൽ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? സെക്കൻഡ് ഡിഗ്രി വേരിയബിൾസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നെ സെക്കൻഡ് ഡിഗ്രി വേരിയബിൾസ് മാത്രം വരുന്ന ഇക്വേഷൻസിനെയാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പീരീഡിൽ വരുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അത് എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്? നമുക്ക് നെക്സ്റ്റ് പീരീഡിലെ പ്രിൻസിപ്പിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് എന്താണ്? ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ, ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ കോമ്പൗണ്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നെക്സ്റ്റ് പീരീഡിലുള്ള പ്രിൻസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോമ്പൗണ്ട് ചെയ്യുന്നതിന്, ഇൻട്രസ്റ്റിനെ പ്രിൻസിപ്പിളായിട്ട് കോമ്പൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. പിന്നെ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് കോമ്പൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള പ്രിൻസിപ്പിളിൻ്റെ മേലാണ് നമ്മൾ നെക്സ്റ്റ് പീരീഡ് വീണ്ടും എന്ത് കാണുന്നത്? ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് പീരീഡിലെ പ്രിൻസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീരീഡിലെ പ്രിൻസിപ്പിളിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് വാട്ട് ഈസ് കൺവേർഷൻ പീരീഡ്. കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പീരീഡ് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിൻസിപ്പിളിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതായത് എപ്പോഴാണോ നമ്മൾ പ്രിൻസിപ്പിളിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ആഡ് ചെയ്യേണ്ടത്, ന്യൂ പ്രിൻസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ നമ്മൾ പ്രിൻസിപ്പിളിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യേണ്ടത്, ആ ഒരു പീരീഡിനെ, അത് എപ്പോഴാണ് എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡ്, എപ്പോഴാണ് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡ് ഇപ്പോൾ ചിലപ്പോൾ 6 months ആയിരിക്കും, അല്ലെങ്കിൽ 1 year ആയിരിക്കും, അങ്ങനെ പറയുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ടൈം പീരീഡിനെയാണ് കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് മെൻ ബൈ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്കിപ്പോൾ ഏത് ഇക്വേഷൻ ആണെങ്കിലും ആ ഒരു ഇക്വേഷൻ കഴിയുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല. ആ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക?
സൊല്യൂഷൻ ആയിരിക്കും. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? ലാസ്റ്റ് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ആ സൊല്യൂഷന് തന്നെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? റൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് വാല്യൂ ഓഫ് വേരിയബിൾ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസിൻ്റെ വാല്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്? റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസിൻ്റെ വാല്യൂനെയാണ് നമ്മൾ റൂട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 ഡിസ്റ്റൻറ്റ് റൂട്ട്സ് ഉണ്ടായിരിക്കും. എത്ര റൂട്ട്സ് ഉണ്ടായിരിക്കും? 2 ഡിസ്റ്റൻറ്റ് റൂട്ട്സ് ആണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു ഇക്വേഷൻ പറയാം, x² - 7x + 10. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസ് എന്തൊക്കെയായിരിക്കും? x = 12 x = 5 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു വാല്യൂസ്, ആ ഒരു വേരിയബിൾസിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആണ് വാട്ട് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ax + by = c എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ax + by = c എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ലീനിയർ ഇക്വേഷൻസ്. അല്ലാതെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ഇക്വേഷൻ, ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലീനിയർ ഇക്വേഷനിൽ അൺനോൺസ് ഉണ്ട് അല്ലേ? ആ അൺനോൺസിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറയണേ? 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലീനിയർ ഇക്വേഷനിൽ വരുന്ന അൺനോണിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? 1 ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് 2 സീരീസ് ഉണ്ടെന്ന് വിചാരിക്കാം. 2 സീരീസ് ഉണ്ട്. ആ 2 സീരീസിലും ചിലപ്പോൾ സെയിം യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സിലായിരിക്കാം. എങ്ങനെയോ ആയിക്കോട്ടെ, സെയിം യൂണിറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഡിഫറെൻറ്റ് യൂണിറ്റ്സിലായിക്കോട്ടെ, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ വേരിയബിലിറ്റി, ആ 2 സീരീസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെഷറാണ് എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 സീരീസ് ഉണ്ട്. ആ 2 സീരീസിനും ചിലപ്പോൾ സെയിം യൂണിറ്റ്സിലായിരിക്കും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ചിലപ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സിലായിരിക്കും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു 2 സീരീസിൻ്റെയും വേരിയബിലിറ്റി കമ്പയർ ചെയ്യുന്ന ഏറ്റവും നല്ല മെഷറാണ് എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ മെയിനായിട്ട് നമ്മുടെ പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. പക്ഷേ തിയറി ആയിട്ട് ഇങ്ങനെയാണ് ചോദിക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റൊക്കെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണെങ്കിലും ലീനിയർ ഇക്വേഷൻ ആണെങ്കിലും ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതാണ് വാട്ട് ഡു യു മീൻ ബൈ മൈനർ എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ എലമെൻസിൻ്റെ മൈനർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് എന്തുണ്ട്? ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെട്രിക്സിലെ എലമെൻറ്റ്, ആ ഒരു എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് എന്തിനെയാണ്? അതായത് ആ ഒരു എലമെൻറ്റ് ഏത് റോയിൽ, ഒരു റോയും ഒരു കോളും ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു എലമെൻറ്റ് കിടക്കണേന്. അപ്പോൾ ആ ഒരു എലമെൻറ്റിൻ്റെ റോസും കോളംസും ഉണ്ട്. ആ റോസും കോളംസും ഡിലീറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈനർ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ആൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സിലെ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് എന്തിനെയാണ്? ആ ഒരു എലമെൻറ്റ് കിടക്കുന്ന റോസ് അല്ലെങ്കിൽ കോളംസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിറ്റർമിനൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈനർ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ആൻ മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഇസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ്സ്. ഏതെങ്കിലും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റ്സിൻ്റെ ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റിനെയാണ് സീക്വൻസ് എന്ന് പറയുക. ഇപ്പോൾ 1 2 3 അല്ലെങ്കിൽ 2 4 6 അങ്ങനെ വരുന്ന ആ ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റുകളെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് സീക്വൻസ് ഉണ്ട്. ഫൈനൈറ്റ് സീക്വൻസും ഉണ്ട്, ഇൻഫിനൈറ്റ് സീക്വൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഫിഗേഴ്സും ഡാറ്റയും ഒക്കെ ഇല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അർത്തമെറ്റിക് മീൻ, ഡയറക്റ്റ് മെത്തേഡിൽ അർത്തമെറ്റിക് മീൻ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, കുറച്ച് അധികം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും? അർത്തമെറ്റിക് മീൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവും അല്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്?
പറയുന്നത്? അസ്യൂംഡ് മീൻ മെത്തേഡ്. അങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ആ ഒരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റയിൽ നിന്നുള്ള നമ്പർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ഒരു നമ്പർ എടുത്താലും എന്തില്ല, പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും സെൻറ്ററിൽ വരുന്ന അല്ലെങ്കിൽ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ് എപ്പോഴും എന്തായിട്ട് എടുക്കാറ്? അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാറ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കണമെങ്കിൽ ഇത്ര അധികം എഴുതണ്ട, കുറച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് ട്രയാങ്കുലർ മെട്രിക്സ്. എന്താ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ നമ്മുടെ ട്രയാങ്കുലർ മെട്രിക്സ് വരാം. ഒന്നെങ്കിൽ അത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിൽ എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പൽ ഡയഗണൽ ഉണ്ടായിരിക്കും. ഒരു മെട്രിക്സിൽ എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പൽ ഡയഗണൽ. അത് ഞാനിവിടെ അടിയിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എയും ബിയും കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ എക്സാമ്പിളും ബി എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ എക്സാമ്പിളുമാണ്. അപ്പോൾ എയിൽ നോക്കി നോക്കുക, ആ ഒരു 4 to 8 കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ താഴെ വരുന്ന എല്ലാ എലമെൻസും 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി നോക്കൂ, ആ ഒരു 4 to 8ൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാം തന്നെ എന്താണ്? എല്ലാ എലമെൻസും 0 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ബിലോ വരുന്ന എല്ലാ എലമെൻസും 0 ആണെങ്കിൽ അതിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ. ഇനി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്? ആ ഒരു പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ മേലെ വരുന്ന എബവ് വരുന്ന എല്ലാ എലമെൻസും 0 ആണെങ്കിൽ അതിനെ നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും പറയും. 2 പേരും തമ്മിൽ തെറ്റരുത്. ലോവർ എന്ന് കേൾക്കുമ്പോൾ ബിലോ എന്നും അപ്പർ എന്ന് കേൾക്കുമ്പോൾ എബവ് എന്നും വിചാരിക്കരുത്. അപ്പർ എന്ന് പറയുന്നത് ബിലോയും അതുപോലെ തന്നെ ലോവർ എന്ന് പറയുന്നത് എബോയും ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അപ്പർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ മേലെ വരുന്നതെല്ലാം 0 ആണെങ്കിൽ അതിനെ നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും പറയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്തേക്കുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം.